ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടൊരു ഡെസേർട്ടാണ്. നമുക്ക് ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണിത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 8 ചക്കപ്പഴത്തിൻ്റെ ചുളയാണ് എടുത്തിട്ടുള്ളത്. ചക്കപ്പഴമെല്ലാം ഞാനിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചക്കപ്പഴം നല്ല വെന്ത ശേഷം നമുക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര എല്ലാം അലിഞ്ഞ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം നമുക്ക് തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനെല്ലാം അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഫ്രഷ് ക്രീമാണ്. ഞാനിപ്പോൾ മിൽക്ക് മിസ്റ്റിൻ്റെ 250 ml പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് നമ്മുടെ ചക്കപ്പഴവും ഫ്രഷ് ക്രീമെല്ലാം ചേർത്ത് അടിച്ചതാണ്. ചക്കപ്പഴവും ഫ്രഷ് ക്രീമും കൂടെ അടിച്ച കൂട്ട് നമുക്കിനി ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് 100 ഗ്രാം ചവരിയാണ്. വേവിച്ച് അതിൻ്റെ പശയെല്ലാം മാറ്റിയെടുത്തതാണ്. 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്താണ് പശയെല്ലാം മാറ്റിയത്. ഒരുപാട് പശ കൂടിപ്പോയാൽ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുകൂടി നമുക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഡെസേർട്ടിനെ റാപ്പർ കൊണ്ട് മൂടിയ ശേഷം 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാം. നമ്മുടെ ഡെസേർട്ടൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ തണുപ്പിച്ച ശേഷമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഉപയോഗിച്ച് തുടങ്ങാം. കുറച്ച് ചെറീസ് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് അലങ്കരിക്കാം. ചക്കപ്പഴവും ചവരിയും ചേർത്ത് തയ്യാറാക്കിയ ഡെസേർട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.